ഇന്ത്യയിൽ ഏറ്റവും തണുപ്പുകൂടിയ സംസ്ഥാനം ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ അതിന്റെ ഉയരം കൂടിയ പ്രദേശങ്ങളും ഹിമാലയൻ സാമീപ്യവും കാരണം ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. താപനില പലപ്പോഴും 0-നും താഴെയാകാറുണ്ട്. പശ്ചിമാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അക്കൺകാഗ്വ. തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന അക്കൺകാഗ്വ പശ്ചിമാർദ്ധഗോളത്തിലെയും തെക്കേ അമേരിക്കയിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്നാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനം എയർബസ് A380. എയർബസ് A380 ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനമാണ്. 2 പൂർണ്ണ ഡെക്കുകളുള്ള ഈ വിമാനത്തിന് ഒരേസമയം നൂറുകണക്കിന് യാത്രക്കാരെ വഹിക്കാൻ കഴിയും. പടവാളിനേക്കാൾ ശക്തിയുള്ളതാണ് തൂലിക എന്ന് തെളിയിച്ച വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം. ചിന്തകരുടെയും എഴുത്തുകാരുടെയും ആശയങ്ങൾ ജനങ്ങളെ വിപ്ലവത്തിലേക്ക് നയിച്ച ഒരു പ്രധാന സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഇതിലൂടെ ആശയങ്ങൾക്കും എഴുത്തിനും സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയായ പൂനെയിലെ SNDET സർവകലാശാല സ്ഥാപിച്ചത് D.K. കാർവെ. ഡോക്ടർ ഡോണ്ടോ കേശവ് കാർവെ സ്ത്രീ വിദ്യാഭ്യാസത്തിനുവേണ്ടി പ്രവർത്തിച്ച ഒരു മഹാനായ പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹമാണ് 1916-ൽ പൂനെയിൽ SNDET വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. പൂർവ്വ ചാലൂക്യവംശം സ്ഥാപിച്ചത് കുബ്ജ വിഷ്ണുവർദ്ധനൻ. പൂർവ്വ ചാലൂക്യവംശം സ്ഥാപിച്ചത് കുബ്ജ വിഷ്ണുവർദ്ധനനാണ്. വടക്കൻ ഡെക്കാനിലും കിഴക്കൻ തീരപ്രദേശങ്ങളിലും 6-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഭരിച്ചിരുന്ന ഒരു രാജവംശമായിരുന്നു ഇത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ DGP കാഞ്ചൻ ഭട്ടാചാര്യ, ഉത്തരാഖണ്ഡ്. കാഞ്ചൻ ഭട്ടാചാര്യ ഉത്തരാഖണ്ഡിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP ആയി നിയമിക്കപ്പെട്ടു. ഇത് ഇന്ത്യൻ പോലീസ് സേനയിലെ സ്ത്രീകളുടെ മുന്നേറ്റത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഏറ്റവും കുറച്ചുകാലം സിഖ് ഗുരുവായിരുന്നത് ഗുരു ഹർകിഷൻ 1661 മുതൽ 1664 വരെ. സിഖ് മതത്തിലെ 8ാമത്തെ ഗുരുവായ ഗുരു ഹർകിഷൻ 8ാം വയസ്സിൽ ഗുരുസ്ഥാനം ഏറ്റെടുക്കുകയും 13ാം വയസ്സിൽ മരിക്കുന്നതുവരെ വളരെ കുറഞ്ഞ കാലം മാത്രം സിഖ് ഗുരു ആയിരിക്കുകയും ചെയ്തു. പൗനാറിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആചാര്യ വിനോബ ഭാവെ. മഹാത്മാഗാന്ധിയുടെ ശിഷ്യനും ഭൂദാന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനുമായിരുന്ന ആചാര്യ വിനോബ ഭാവെ മഹാരാഷ്ട്രയിലെ പൗനാറിലെ ആശ്രമത്തിൽ താമസിച്ചിരുന്നതിനാൽ പൗനാറിലെ സന്യാസി എന്നറിയപ്പെട്ടു. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന ഈ നദിയെ ദക്ഷിണഗംഗ എന്നും വിളിക്കുന്നു. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ ഗവേഷണത്തിനും വികസനത്തിനും നേതൃത്വം നൽകുന്ന റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് റബ്ബർ ബോർഡിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോടാണ് സ്ഥാപിച്ചത്. സ്ത്രീധന പീഡനം പോലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനും സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത് ഒരു മാതൃകയായി. പതയുന്ന സോഫ്റ്റ് ഡ്രിങ്കുകളിൽ അടങ്ങിയിരിക്കുന്നത് കാർബോണിക് ആസിഡ്. കാർബൺ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ കാർബോണിക് ആസിഡ് H2CO3 രൂപപ്പെടുന്നു. ഇതാണ് സോഫ്റ്റ് ഡ്രിങ്കുകളിലെ കുമിളകൾക്കും നേരിയ പുളിരസത്തിനും കാരണം. ഏത് രാജ്യത്തിന്റെ ദേശീയ കായിക വിനോദമാണ് ബുസ്കാഷി? അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാന്റെ ദേശീയ കായിക വിനോദമാണ് ബുസ്കാഷി. കുതിരപ്പുറത്ത് കളിക്കുന്ന ഈ കായിക വിനോദം വളരെ സാഹസികവും പരുക്കനുമാണ്. ഇതിൽ ഒരു ആടിന്റെ അല്ലെങ്കിൽ കാളക്കുട്ടിയുടെ മൃതദേഹമാണ് ഉപയോഗിക്കുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ യാത്രാവിമാനം സരസ്.
പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ആദ്യത്തെ മൾട്ടി റോൾ ലൈറ്റ് ട്രാൻസ്പോർട്ട് വിമാനമാണ് സരസ്. നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ് (നാൽ) ആണ് ഇത് വികസിപ്പിച്ചത്. ഉപദ്വീപുകളുടെ ഉപദ്വീപ് എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം യൂറോപ്പ്. നിരവധി വലിയ ഉപദ്വീപുകൾ ഉൾക്കൊള്ളുന്നതിനാൽ യൂറോപ്പിനെ ഉപദ്വീപുകളുടെ ഉപദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. സ്കാൻഡിനേവിയൻ ഉപദ്വീപ്, ഐബീരിയൻ ഉപദ്വീപ്, ഇറ്റാലിയൻ ഉപദ്വീപ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. പതറാതെ മുന്നോട്ട് ആരുടെ ആത്മകഥയാണ്? കെ. കരുണാകരൻ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന കെ. കരുണാകരന്റെ ആത്മകഥയാണ് പതറാതെ മുന്നോട്ട്. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കുന്നു. എക്കോലൊക്കേഷൻ ഉപയോഗിച്ച് പറക്കുന്ന ജീവി. വവ്വാൽ. വവ്വാലുകൾ ഇരുട്ടിൽ സഞ്ചരിക്കാനും ഇരപിടിക്കാനും എക്കോലൊക്കേഷൻ, പ്രതിധ്വനി സ്ഥാനം നിർണ്ണയിക്കൽ എന്ന കഴിവ് ഉപയോഗിക്കുന്നു. അവ പുറത്തുവിടുന്ന ശബ്ദതരംഗങ്ങൾ വസ്തുക്കളിൽ തട്ടി തിരികെ വരുമ്പോൾ അവയുടെ സ്ഥാനം തിരിച്ചറിയാൻ വവ്വാലുകൾക്ക് സാധിക്കുന്നു. ഏറ്റവും കട്ടികൂടിയ തോടുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷി. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഒട്ടകപ്പക്ഷിയാണ്. അതിന്റെ മുട്ടകൾക്ക് വളരെ കട്ടികൂടിയ തോടുണ്ട്. ഇത് ഉള്ളിലെ ഭ്രൂണത്തിന് മികച്ച സംരക്ഷണം നൽകുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി ആരംഭിച്ച സ്ഥലം മസൂലിപട്ടണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ ആദ്യത്തെ ഫാക്ടറി 1611-ൽ ആന്ധ്രാപ്രദേശിലെ മസൂലിപട്ടണത്ത് സ്ഥാപിച്ചു. ഇത് കമ്പനിയുടെ വ്യാപാര പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജ്ജം നൽകി. ആന്ധ്ര പിതാമഹൻ എന്നറിയപ്പെട്ടത് കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായർ സാഹിത്യത്തിലും കലയിലും നൽകിയ സംഭാവനകളെ മാനിച്ച് ആന്ധ്ര പിതാമഹൻ എന്നറിയപ്പെട്ടു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് പേൾ ഹാർബർ ആക്രമിച്ച രാജ്യം ജപ്പാൻ. 1941 ഡിസംബർ 7-ന് ജാപ്പനീസ് നാവികസേന അമേരിക്കൻ നാവിക താവളമായ പേൾ ഹാർബറിനെ ആക്രമിച്ചു. ഈ ആക്രമണമാണ് അമേരിക്കയെ രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യയിലെ ആദ്യത്തെ ജലമ്യൂസിയം കുന്നമംഗലം. കോഴിക്കോട്ടെ കുന്നമംഗലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ജലമ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ജലസംരക്ഷണം, ജലസ്രോതസ്സുകൾ എന്നിവയെക്കുറിച്ച് അവബോധം നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഏറ്റവും കൂടുതൽ ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ച ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ലോകമെമ്പാടുമുള്ള നിരവധി സർവകലാശാലകളിൽ നിന്ന് ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സംഭാവനകൾക്കുള്ള അംഗീകാരമാണിത്. ഏത് മുഗൾ ചക്രവർത്തിയാണ് ഡക്കാൻ കീഴടക്കുന്നതിൽ ആദ്യം ശ്രദ്ധ ചെലുത്തിയത്? അക്ബർ. മുഗൾ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൽ അക്ബർ ചക്രവർത്തിക്ക് വലിയ താൽപ്പര്യമുണ്ടായിരുന്നു. ഡക്കാൻ പ്രദേശങ്ങളെ കീഴടക്കുന്നതിനും മുഗൾ ഭരണത്തിന്റെ ഭാഗമാക്കുന്നതിനും അദ്ദേഹം ആദ്യമായി ശ്രമങ്ങൾ നടത്തി. പതാകയിൽ ഭൂപടം ആലേഖനം ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ സൈപ്രസ്, കൊസോവോ. സൈപ്രസ്, കൊസോവോ എന്നീ രാജ്യങ്ങളുടെ ദേശീയ പതാകകളിൽ അതാത് രാജ്യത്തിന്റെ ഭൂപടം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത് ആ രാജ്യങ്ങളുടെ ദേശീയ സ്വത്വത്തെയും ഭൂമിശാസ്ത്രപരമായ അതിരുകളെയും സൂചിപ്പിക്കുന്നു. പുരാതന നഗരമായ ട്രോയിയുടെ അവശിഷ്ടങ്ങൾ ഏത് രാജ്യത്താണ്? തുർക്കി. ഹോമറിന്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡിലും ഒഡീസിയിലും പരാമർശിക്കപ്പെടുന്ന ട്രോയി നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ നിലവിൽ തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട പുരാവസ്തു ഗവേഷണ കേന്ദ്രമാണ്. കവികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമർ. പുരാതന ഗ്രീക്ക് കവിയായ ഹോമർ യൂറോപ്യൻ സാഹിത്യത്തിലെ അതിപ്രധാന വ്യക്തിത്വമായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഇതിഹാസ കാവ്യങ്ങളായ ഇലിയഡും ഒഡീസിയും ലോകസാഹിത്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദ്വീപസമൂഹം ഫിലിപ്പീൻസ്. 10,000-ത്തിലധികം ദ്വീപുകളുള്ള ഇന്തോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹം. ഫിലിപ്പീൻസ് ഏകദേശം 7,641 ദ്വീപുകളുള്ള ലോകത്തിലെ രണ്ടാമത്തെ വലിയ ദ്വീപസമൂഹമാണ്.
ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന നഗരം ഷിംല. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉത്തരേന്ത്യയിലെ വേനൽക്കാലത്തെ കഠിനമായ ചൂട് ഒഴിവാക്കാൻ ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായി ഷിംലയെ തിരഞ്ഞെടുത്തിരുന്നു. ഹിമാചൽ പ്രദേശിലെ ഈ നഗരം അതിന്റെ പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ടതാണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. ആപ്പിളിൽ സ്വാഭാവികമായി അടങ്ങിയിരിക്കുന്ന ഒരു ഓർഗാനിക് ആസിഡാണ് മാലിക് ആസിഡ്. ഇത് ആപ്പിളിന് അതിന്റെ സവിശേഷമായ പുളിരസം നൽകുന്നു. ഏറ്റവും കൂടുതൽ വികസിത രാഷ്ട്രങ്ങളുള്ള വൻകര യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന വൻകര യൂറോപ്പാണ്. ഉയർന്ന ജീവിത നിലവാരം, ശക്തമായ സാമ്പത്തിക വ്യവസ്ഥകൾ, വികസിത അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയാണ് ഇവിടുത്തെ പല രാജ്യങ്ങളുടെയും പ്രത്യേകത. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ കൊച്ചിയിൽ നിന്ന് നാടുകടത്തിയത് ഏതു വർഷത്തിൽ? AD 1809. കൊച്ചി രാജ്യത്തിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയതച്ചൻ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി. 1809 അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ നാടുകടത്തി. ഇത് കൊച്ചിയിലെ ബ്രിട്ടീഷ് സ്വാധീനം വർദ്ധിപ്പിച്ചു. ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനമുള്ള യൂറോപ്യൻ രാജ്യം നോർവേ. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോ യൂറോപ്പിലെ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പ്രധാന തലസ്ഥാന നഗരങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യവും വിസ്തീർണം കുറഞ്ഞ രാജ്യവും സ്ഥിതി ചെയ്യുന്ന വൻകര യൂറോപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയുടെ ഒരു പ്രധാന ഭാഗവും ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയും യൂറോപ്പ് വൻകരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിച്ചളയിലെ ഘടകലോഹങ്ങൾ ചെമ്പ്, സിങ്ക്. ചെമ്പ്, സിങ്ക് എന്നിവയുടെ ഒരു ലോഹസങ്കരമാണ് പിച്ചള. ഇതിന് സ്വർണ്ണ നിറമുണ്ട്, കൂടാതെ നല്ല ഈടുനിൽപ്പും മർദ്ദം താങ്ങാനുള്ള കഴിവുമുണ്ട്. ഏറ്റവും കനത്ത ബോംബിംഗിന് വിധേയമായിട്ടുള്ള രാജ്യം ലാവോസ്. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കൻ ഐക്യനാടുകൾ ലാവോസിൽ വലിയ തോതിൽ ബോംബിംഗ് നടത്തി. ഇത് ലാവോസിനെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ബോംബിംഗിന് വിധേയമായ രാജ്യമാക്കി മാറ്റി. പാലൂട്ടുന്ന പക്ഷി എന്നറിയപ്പെടുന്നത് പ്രാവ്. പ്രാവിൻ കുഞ്ഞുങ്ങൾക്ക് പോഷകം നൽകുന്ന ക്രോവ് മിൽക്ക്, പൂടപാൽ ഉത്പാദിപ്പിക്കുന്നതിനാൽ പ്രാവുകളെ ചിലപ്പോൾ പാലൂട്ടുന്ന പക്ഷികൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇത് സസ്തനികൾ ഉത്പാദിപ്പിക്കുന്ന പാലിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്ത്യൻ പൊളിറ്റിക്സിന്റെയും എക്കണോമിക്സിന്റെയും പിതാവ് ദാദാബായി നവറോജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കളിലൊരാളായ ദാദാബായി നവറോജിയെ ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിന്റെയും സാമ്പത്തികശാസ്ത്രത്തിന്റെയും പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണം അദ്ദേഹം തുറന്നുകാട്ടി. ഏറ്റവും വ്യാവസായികമായി പുരോഗതി പ്രാപിച്ച ആഫ്രിക്കൻ രാജ്യം ദക്ഷിണാഫ്രിക്ക. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വ്യാവസായികമായി വികസിത രാജ്യങ്ങളിലൊന്നാണ് ദക്ഷിണാഫ്രിക്ക. സമ്പന്നമായ പ്രകൃതി വിഭവങ്ങളും വികസിതമായ അടിസ്ഥാന സൗകര്യങ്ങളും ഇതിന് സഹായകമായിട്ടുണ്ട്. ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ വ്യാഖ്യാതാവും സംരക്ഷകനുമാണ് സുപ്രീം കോടതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലോ സംസ്ഥാനങ്ങൾ തമ്മിലോ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഫെഡറൽ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിൽ സുപ്രീം കോടതിക്ക് നിർണായക പങ്കുണ്ട്. പാശ്ചാത്യ സംഗീതോപകരണങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് വയലിൻ. അതിന്റെ വൈവിധ്യവും മനോഹരമായ ശബ്ദവും കാരണം വയലിൻ പാശ്ചാത്യ സംഗീതോപകരണങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നു. ക്ലാസിക്കൽ, നാടോടി, ജാസ് തുടങ്ങി നിരവധി സംഗീത രൂപങ്ങളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. PVC. കത്തുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഡയോക്സിൻ. പോളിവൈനൈൽ ക്ലോറൈഡ്, PVC പോലുള്ള ക്ലോറിൻ അടങ്ങിയ പ്ലാസ്റ്റിക്കുകൾ കത്തുമ്പോൾ വളരെ വിഷമുള്ള ഡയോക്സിൻ സംയുക്തങ്ങൾ പുറത്തുവിടാറുണ്ട്. ഇത് പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണിയാണ്. ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടലിടുക്ക് 10° ചാനൽ. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡമാൻ ദ്വീപസമൂഹത്തെയും നിക്കോബാർ ദ്വീപസമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് 10° ചാനൽ എന്നറിയപ്പെടുന്ന കടലിടുക്കാണ്. ഇത് ഏകദേശം 150 കിലോമീറ്റർ വീതിയുള്ളതാണ്.
ഇന്ത്യൻ സ്ഥിതിവിവരശാസ്ത്ര വിഭാഗത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? P.C. മഹലനോബിസ്. പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് ഇന്ത്യയിലെ പ്രശസ്തനായ സ്ഥിതിവിവര ശാസ്ത്രജ്ഞനും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനുമാണ്. ഇന്ത്യയുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ആസൂത്രണത്തിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം? ആനമല. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴ തമിഴ്നാട്ടിലെ ആനമല നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. നിള എന്നും പേരുള്ള ഈ നദി പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു. P.K. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം? കർണൻ. P.K. ബാലകൃഷ്ണന്റെ പ്രശസ്തമായ നോവലാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. മഹാഭാരതത്തിലെ കർണന്റെ വീക്ഷണകോണിലൂടെ കഥ പറയുന്ന ഈ നോവൽ മലയാള സാഹിത്യത്തിലെ ഒരു ക്ലാസിക് കൃതിയായി കണക്കാക്കപ്പെടുന്നു. ബുധന്റെ തേരാളി? ചന്ദൻ. സിദ്ധാർത്ഥ രാജകുമാരന്റെ പിന്നീട് ബുദ്ധൻ തേരാളിയായിരുന്നു ചന്ദൻ. രാജകൊട്ടാരത്തിലെ ജീവിതം ഉപേക്ഷിച്ച് സത്യാന്വേഷണം നടത്താൻ ബുധനെ സഹായിച്ച പ്രധാന വ്യക്തികളിൽ ഒരാളാണ് ചന്ദൻ. നിയമനിർമ്മാണ സഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ? ഡൽഹി 70 സീറ്റുകൾ, പുതുച്ചേരി 30 സീറ്റുകൾ. ഡൽഹി, പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് സ്വന്തമായി തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭകളും മുഖ്യമന്ത്രിമാരുമുണ്ട്. ഈ പ്രദേശങ്ങൾ ഭാഗിക സംസ്ഥാന പദവിയുള്ളവയാണ്. ഇന്ത്യയിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം? പഞ്ചാബ്. ഇന്ത്യൻ ഭരണഘടനയുടെ 356 അനുച്ഛേദമനുസരിച്ച് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബാണ്. 1951-ലാണ് ഇത് സംഭവിച്ചത്. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് നടപ്പാക്കിയ സ്ഥലം? നീണ്ടകര. ഇന്ത്യയും നോർവേയും തമ്മിലുള്ള സഹകരണത്തോടെയുള്ള ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് കൊല്ലം ജില്ലയിലെ നീണ്ടകരയിൽ ആരംഭിച്ചു. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിൽ ഈ പദ്ധതിക്ക് വലിയ പങ്കുണ്ട്. പൂജ്യം ആദ്യമായി ഉപയോഗിച്ച രാജ്യം? ഇന്ത്യ. പൂജ്യത്തിന്റെ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഇന്ത്യയിലാണെന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആര്യഭടനും ബ്രഹ്മഗുപ്തനും പോലുള്ള ഗണിതശാസ്ത്രജ്ഞർ പൂജ്യത്തെ ഒരു സംഖ്യയായി ഉപയോഗിക്കുകയും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ചെയ്തു. ഇന്ത്യയിൽ പ്രഭാത സൂര്യന്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം? അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലാണ് സൂര്യന്റെ കിരണങ്ങൾ ആദ്യമായി പതിക്കുന്നത്. ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ സൂര്യൻ ഉദിക്കുന്ന പർവ്വതങ്ങളുടെ നാട് എന്നാണ് അരുണാചൽ പ്രദേശ് എന്ന വാക്കിനർത്ഥം. നിയമപഠനത്തിനുശേഷം ഗാന്ധിജി ഇന്ത്യയിൽ പ്രാക്ടീസ് നടത്തിയ സ്ഥലങ്ങൾ? ബോംബെയിലും രാജ്കോട്ടിലും. നിയമപഠനം കഴിഞ്ഞ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം മഹാത്മാഗാന്ധി ബോംബെയിലും മുംബൈ, ഗുജറാത്തിലെ രാജ്കോട്ടിലും അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു. 13-ാം നൂറ്റാണ്ടിൽ കേരളം സന്ദർശിച്ച മാർക്കോ പോളോ ഏത് രാജ്യക്കാരനായിരുന്നു? ഇറ്റലി. 13-ാം നൂറ്റാണ്ടിൽ ലോകം ചുറ്റി സഞ്ചരിച്ച ഇറ്റാലിയൻ സഞ്ചാരിയും വ്യാപാരിയുമായിരുന്നു മാർക്കോ പോളോ. അദ്ദേഹം തന്റെ യാത്രകളിൽ കേരളം സന്ദർശിക്കുകയും ഇവിടുത്തെ സമ്പന്നമായ വ്യാപാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തു. പുലിറ്റ്സർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരി? ജുംബ ലാഹിരി. ഇന്ത്യൻ വംശജയായ അമേരിക്കൻ എഴുത്തുകാരി ജുംബ ലാഹിരി 2000-ൽ ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ് എന്ന ചെറുകഥാ സമാഹാരത്തിന് പുലിറ്റ്സർ പുരസ്കാരം നേടി. ഇത് അവർക്ക് ലഭിച്ച ആദ്യത്തെ പ്രധാന അന്താരാഷ്ട്ര അംഗീകാരമായിരുന്നു. യൂറോപ്പിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം? സ്വിറ്റ്സർലൻഡ്. മനോഹരമായ പർവ്വതനിരകളും തടാകങ്ങളും മനോഹരമായ ഭൂപ്രകൃതിയും കാരണം സ്വിറ്റ്സർലൻഡിനെ യൂറോപ്പിലെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കശ്മീരിനോടുള്ള സാമ്യം കൊണ്ടാണ് ഈ പേര് ലഭിച്ചത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം? ആന്ധ്ര. 1953 ഒക്ടോബർ 1. തെലുങ്ക് സംസാരിക്കുന്ന ജനങ്ങൾക്കായി 1953 ഒക്ടോബർ 1 രൂപീകൃതമായ ആന്ധ്ര സംസ്ഥാനമാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ടാർട്ടാറിക് ആസിഡ്.
പുളി, മുന്തിരി, വാഴപ്പഴം തുടങ്ങിയ പഴങ്ങളിൽ സ്വാഭാവികമായി കാണുന്ന ഒരു ഓർഗാനിക് ആസിഡാണ് ടാർട്ടാറിക് ആസിഡ്. ഇത് ഭക്ഷണപദാർത്ഥങ്ങൾക്ക് പുളിരസം നൽകുന്നു. പുകയിലയിലെ വിഷാംശം. നിക്കോട്ടിൻ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അഡിക്റ്റീവ് ആൽക്കലോയിഡാണ് നിക്കോട്ടിൻ. ഇത് കേന്ദ്രനാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുകയും ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം എന്നിവ വർദ്ധിപ്പിക്കുകയും ചെയ്യും. രാഷ്ട്രപതി നിവാസ് എവിടെയാണ്? ഹൈദരാബാദ്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതികളിൽ ഒന്നാണ് തെലങ്കാനയിലെ ഹൈദരാബാദിലുള്ള രാഷ്ട്രപതി നിവാസ്. ഇത് ശൈത്യകാലത്ത് രാഷ്ട്രപതിയുടെ ദക്ഷിണേന്ത്യൻ വസതിയായി ഉപയോഗിക്കുന്നു. പീച്ചി വാഴാനി അണക്കെട്ട് ഏത് ജില്ലയിൽ? തൃശൂർ. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പീച്ചി വാഴാനി അണക്കെട്ടുകൾ പ്രധാനപ്പെട്ട ജലസേചന പദ്ധതികളാണ്. ഈ അണക്കെട്ടുകൾക്ക് ചുറ്റുമുള്ള പ്രദേശം ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് നേടിയത്? തോമസ് ആൽവ എഡിസൺ. ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായ തോമസ് ആൽവ എഡിസൺ 1093 പേറ്റന്റുകൾ നേടിയിട്ടുണ്ട്. വൈദ്യുതി ബൾബ്, ഫോണോഗ്രാഫ്, ചലച്ചിത്ര ക്യാമറ എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന കണ്ടുപിടുത്തങ്ങളിൽ ചിലതാണ്. BCG വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത്? ക്ഷയം. ബാസിലസ് കാൽമെറ്റ് ഗുവേറിൻ BCG വാക്സിൻ ക്ഷയരോഗം, ട്യൂബർകുലോസിസ് തടയുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു വാക്സിനാണ്. നവജാത ശിശുക്കൾക്ക് ഇത് സാധാരണയായി നൽകാറുണ്ട്. ഗ്രാൻഡ് കാന്യൻ ഏതു വൻകരയിലാണ്? വടക്കേ അമേരിക്ക. അമേരിക്കൻ ഐക്യനാടുകളിലെ അരിസോണ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു മലയിടുക്കാണ് ഗ്രാൻഡ് കാന്യൻ. കൊളറാഡോ നദിയിലൂടെ ദശലക്ഷക്കണക്കിനു വർഷങ്ങളിലൂടെ രൂപപ്പെട്ടതാണിത്. ബിന്ദുസാരന്റെ പിൻഗാമി? അശോകൻ. മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ പൗത്രനും ബിന്ദുസാരന്റെ പുത്രനുമായിരുന്നു അശോക ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് മൗര്യ സാമ്രാജ്യം അതിന്റെ ഉന്നതിയിലെത്തിയത്. 18 കവികൾ ആരുടെ സദസ്സിനെയാണ് അലങ്കരിച്ചിരുന്നത്? മാനവിക്രമദേവൻ, കോഴിക്കോട് സാമൂതിരി. കോഴിക്കോട് സാമൂതിരി മാനവിക്രമദേവന്റെ സദസ്സിൽ 18 കവികൾ എന്നറിയപ്പെടുന്ന കവികളും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. ഇത് കോഴിക്കോടിനെ കലയുടെയും സാഹിത്യത്തിന്റെയും ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റി. പുരാണങ്ങളുടെ എണ്ണം 18. ഹിന്ദുമതത്തിലെ പ്രധാനപ്പെട്ട ധാർമ്മികവും ആത്മീയവുമായ കഥകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങളാണ് പുരാണങ്ങൾ. പ്രധാനമായും 18 മഹാപുരാണങ്ങളാണ് ഉള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ്? തിരുവനന്തപുരം. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിലൊന്നാണ്. മഹാവിഷ്ണുവിനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണമായും വിദ്യാഭ്യാസാവശ്യത്തിനായി ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം? എഡ്യൂസാറ്റ്. വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ഇസ്രോ വികസിപ്പിച്ച് 2004-ൽ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ് GSAT-3. വിദ്യാഭ്യാസ ഉള്ളടക്കം ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് സഹായിച്ചു. രാഷ്ട്രപതി ഭവന്റെ പഴയ പേര്? വൈസ്രോയിസ് പാലസ്. ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവൻ ബ്രിട്ടീഷ് ഭരണകാലത്ത് വൈസ്രോയിയുടെ ഔദ്യോഗിക വസതിയായിരുന്നു. അന്ന് അത് വൈസ്രോയിസ് പാലസ് എന്നറിയപ്പെട്ടു. 1950-ൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിനുശേഷം ഇത് രാഷ്ട്രപതി ഭവനായി മാറി. പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയാൽ ചുറ്റപ്പെട്ട രാജ്യം? ലെസോത്തോ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരു ചെറിയ രാജ്യമാണ് ലെസോത്തോ. ഈ രാജ്യം പൂർണ്ണമായും ദക്ഷിണാഫ്രിക്കയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ ഒരു എൻക്ലേവ് രാജ്യമായി കണക്കാക്കപ്പെടുന്നു. ഇൻഡോ ബാക്ട്രിയൻ രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധൻ? മെനാണ്ടർ മിലിന്ദൻ. ഇൻഡോ ഗ്രീക്ക് രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു മെനാണ്ടർ ഒന്നാമൻ മിലിന്ദൻ. ബുദ്ധമത ഗ്രന്ഥങ്ങളിലും അദ്ദേഹത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. പൂജ്യം ഉപയോഗിക്കാത്ത ഒരു സംഖ്യാസമ്പ്രദായം? റോമൻ സംഖ്യ. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ പൂജ്യം എന്ന സങ്കല്പമില്ലായിരുന്നു. ഇത് കൂട്ടിച്ചേർക്കൽ, കുറക്കൽ രീതികളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സംഖ്യാ സമ്പ്രദായമാണ്.
കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെട്ട ശാസ്ത്രജ്ഞൻ. എഡിസൺ, തോമസ് ആൽവ എഡിസൺ. 1000-ലധികം പേറ്റന്റുകൾ നേടിയ തോമസ് ആൽവ എഡിസൺ വൈദ്യുതി ബൾബ്, ഫോണോഗ്രാഫ് തുടങ്ങിയ നിരവധി കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകത്തെ മാറ്റിമറിച്ചതിനാൽ കണ്ടുപിടുത്തങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഏകദേശം 96% കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇത് തീവ്രമായ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നു. തന്മൂലം ശുക്രന്റെ ഉപരിതലം സൗരയൂഥത്തിലെ ഏറ്റവും ചൂടേറിയ സ്ഥലങ്ങളിൽ ഒന്നാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. 1946 ഒക്ടോബറിൽ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയും വയലാറും കേന്ദ്രീകരിച്ചു നടന്ന തൊഴിലാളി സമരമാണ് പുന്നപ്ര വയലാർ സമരം. ദിവാൻ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെ നടന്ന ഈ സമരം സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമാണ്. ശ്രീലങ്കയുടെ ഔദ്യോഗിക TV ചാനൽ രൂപവാഹിനി. ശ്രീലങ്കയുടെ ദേശീയ ടെലിവിഷൻ സംപ്രേക്ഷകരാണ് ശ്രീലങ്ക രൂപവാഹിനി കോർപ്പറേഷൻ SLRC. 1982 സ്ഥാപിതമായ ഇത് രാജ്യത്തെ പ്രധാന പൊതുപ്രക്ഷേപണ മാധ്യമമാണ്. പൃഥ്വി എന്തുതരം മിസൈലാണ്? കരയിൽ നിന്ന് കരയിലേക്കുള്ളത് സർഫസ് ടു സർഫസ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ തന്ത്രപ്രധാനമായ മിസൈലാണ് പൃഥ്വി. ഇത് കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലാണ്. പിത്തരസം എവിടെ സംഭരിക്കുന്നു? പിത്താശയത്തിൽ, ഗോൾ ബ്ലാഡർ. കരൾ ഉത്പാദിപ്പിക്കുന്ന പിത്തരസം ബയൽ പിത്താശയത്തിൽ സംഭരിക്കപ്പെടുന്നു. ദഹന പ്രക്രിയയിൽ, പ്രത്യേകിച്ച് കൊഴുപ്പുകളെ ദഹിപ്പിക്കാൻ പിത്തരസം സഹായിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ജനിച്ച വിഖ്യാത ഗണിതശാസ്ത്രജ്ഞൻ രാമാനുജൻ. ശ്രീനിവാസ രാമാനുജൻ 19-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ ജനിച്ച ലോകപ്രശസ്തനായ ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനാണ്. സംഖ്യാസിദ്ധാന്തത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ് ഓസോൺ ഉള്ളത്? സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ രണ്ടാമത്തെ പ്രധാന പാളിയായ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിക്ക് നിർണായക പങ്കുണ്ട്. നാണയത്തുട്ടുകളില്ലാത്ത തെക്കേ അമേരിക്കൻ രാജ്യം പരാഗ്വേ. പരാഗ്വേയുടെ ഔദ്യോഗിക കറൻസി പരാഗ്വേയൻ ഗ്വറാനി PYG ആണ്. ഈ രാജ്യത്ത് ഉയർന്ന പണപ്പെരുപ്പം കാരണം വളരെ ചെറിയ മൂല്യമുള്ള നാണയത്തുട്ടുകൾ നിലവിൽ ഉപയോഗത്തിലില്ല. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷേർഷാ സൂരി. ഇന്ത്യയിലെ ചരിത്രപ്രസിദ്ധമായ ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഷേർഷാ സൂരിയുടെ ഭരണകാലത്താണ് പ്രധാനമായും വികസിപ്പിച്ചത്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇതിന്റെ പല ഭാഗങ്ങളും നവീകരിക്കുകയുണ്ടായി. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗോദാവരി ആന്ധ്രാപ്രദേശിലൂടെയും തെലങ്കാനയിലൂടെയും ഒഴുകുന്നു. ഇത് ആന്ധ്രയുടെ ജീവരേഖയായി കണക്കാക്കപ്പെടുന്നു. പുരാണങ്ങളിൽ കാളിന്തി എന്ന പേരിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി യമുന. യമുന നദിയെ പുരാണങ്ങളിലും ഹൈന്ദവ ഗ്രന്ഥങ്ങളിലും കാളിന്തി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സൂര്യദേവന്റെ പുത്രിയായും യമന്റെ സഹോദരിയായും കാളിന്തിയെ കണക്കാക്കുന്നു. ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെയാണ്? ഭോപ്പാൽ. വനപരിപാലനം, പരിസ്ഥിതി മാനേജ്മെന്റ് എന്നിവയിൽ ഗവേഷണവും വിദ്യാഭ്യാസവും നൽകുന്ന പ്രമുഖ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് IIFM മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സ്ഥിതി ചെയ്യുന്നു. അസമിലെ ക്ലാസിക്കൽ നൃത്തരൂപം സാത്രിയ. അസമിലെ ഒരു പ്രധാന ക്ലാസിക്കൽ നൃത്തരൂപമാണ് സാത്രിയ. ഇത് 15-ാം നൂറ്റാണ്ടിൽ വൈഷ്ണവ സന്യാസിയായ ശ്രീമന്ത ശങ്കരദേവനാണ് പ്രചരിപ്പിച്ചത്. മാങ്കുളം വിഷ്ണു നമ്പൂതിരി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കഥകളി. പ്രശസ്ത കഥകളി ആചാര്യനും നടനുമായിരുന്നു മാങ്കുളം വിഷ്ണു നമ്പൂതിരി. കഥകളി രംഗത്ത് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്.
ഇന്ത്യയിൽ ഇക്താ സമ്പ്രദായത്തെ സാമ്പ്രദായിക രീതിയിലാക്കിയത്? കുത്തബ്ദീൻ ഐബക്ക്. ഡൽഹി സുൽത്താനേറ്റിന്റെ സ്ഥാപകനായ കുത്തബ്ദീൻ ഐബക്ക് ഇൽത്തുമിഷിന്റെ കാലത്ത് വികസിപ്പിച്ചെടുത്ത ഇക്താ സമ്പ്രദായം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഉദ്യോഗസ്ഥർക്ക് ശമ്പളത്തിനു പകരം ഭൂമി നൽകുന്ന ഒരു സമ്പ്രദായമാണിത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പാലോട്. തിരുവനന്തപുരം ജില്ലയിലെ പാലോട് സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റീസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPCRI തോട്ടവിളകളുടെ ഗവേഷണത്തിനും വികസനത്തിനും പ്രാധാന്യം നൽകുന്നു. മാനവിക വികസന സൂചിക രൂപപ്പെടുത്തിയത്? മെഹബൂബ് ഉൽ ഹഖ്. പാകിസ്ഥാനി സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മെഹബൂബ് ഉൽ ഹഖ് ആണ് മാനവിക വികസന സൂചിക ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI വികസിപ്പിച്ചത്. ഇത് ഒരു രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക വികസനം അളക്കുന്നതിനുള്ള ഒരു പ്രധാന മാനദണ്ഡമാണ്. ഷഹീദ് യാസം എന്നറിയപ്പെട്ടത്? ഭഗത് സിംഗ്. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ധീരനായ വിപ്ലവകാരി ഭഗത് സിംഗിനെ ഷഹീദ് യാസം, മഹാനായ രക്തസാക്ഷി എന്നാണ് ഭാരതീയർ ആദരവോടെ വിശേഷിപ്പിക്കുന്നത്. ബുദ്ധൻ എന്ന വാക്കിനർത്ഥം? ജ്ഞാനം സിദ്ധിച്ചയാൾ. സംസ്കൃത പദമായ ബുദ്ധ എന്ന വാക്കിന് ഉണർന്നവൻ, ജ്ഞാനം സിദ്ധിച്ചവൻ, പ്രബുദ്ധൻ എന്നെല്ലാമാണ് അർത്ഥം. സിദ്ധാർത്ഥ ഗൗതമൻ ബോധോദയം നേടിയതിനു ശേഷമാണ് ബുദ്ധൻ എന്നറിയപ്പെട്ടത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ? GV മാവ്ലങ്കർ. ഇന്ത്യയുടെ ആദ്യ ലോക്സഭാ സ്പീക്കറായിരുന്ന ഗണേഷ് വാസുദേവ് മാവ്ലങ്കർ 1956 ഫെബ്രുവരി 24 പദവിയിലിരിക്കെ അന്തരിച്ചു. ഇന്ത്യൻ പാർലമെന്ററി സമ്പ്രദായത്തിന് അടിത്തറ പാകിയ വ്യക്തികളിൽ ഒരാളാണ് അദ്ദേഹം. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ എത്ര മടങ്ങാണ് ചന്ദ്രന്റേത്? 6-1. ചന്ദ്രന്റെ പിണ്ഡവും വലുപ്പവും ഭൂമിയേക്കാൾ കുറവായതിനാൽ ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന്റെ ഏകദേശം 6-1 മാത്രമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിതമായ സംസ്ഥാനം? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് ആന്ധ്രാപ്രദേശിലെ കാക്കിനഡയിൽ സ്ഥാപിച്ചു. പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജട്രോഫ പോലുള്ള സസ്യങ്ങളിൽ നിന്നാണ് ബയോഡീസൽ ഉത്പാദിപ്പിക്കുന്നത്. ഭാരത കേസരി എന്ന് വിളിക്കപ്പെട്ടതാര്? മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനുമായിരുന്നു മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനങ്ങളെ മാനിച്ച് ഭാരത കേസരി എന്ന ബഹുമതി നൽകി ആദരിച്ചു. പുഞ്ചിരിയുടെ നാട് എന്ന് അറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? തായ്ലൻഡ്. തായ്ലൻഡിനെ പുഞ്ചിരിയുടെ നാട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇത് അവിടുത്തെ ജനങ്ങളുടെ സൗഹൃദപരമായ പെരുമാറ്റത്തെയും സാംസ്കാരിക പശ്ചാത്തലത്തെയും സൂചിപ്പിക്കുന്നു. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി സാധാരണയായി നിയമിതനാകുന്നത് ആര്? പ്രതിപക്ഷ നേതാവ്. ഇന്ത്യൻ പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി പ്രതിപക്ഷ നേതാവിനെയാണ് സാധാരണയായി നിയമിക്കുന്നത്. ഇത് സർക്കാരിന്റെ ധനപരമായ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. പബ്ലിക് സർവീസ് വിഭാഗത്തിൽ മഗ്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നേടിയത് ആര്? ജയപ്രകാശ് നാരായൺ 1965. പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായൺ 1965 പൊതുസേവനത്തിനുള്ള മഗ്സസെ അവാർഡ് നേടി. ലോക് നായക് എന്നും അറിയപ്പെടുന്ന അദ്ദേഹം ഇന്ത്യയിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിന് കാരണം എന്തായിരുന്നു? അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരം. 1946 തിരുവിതാംകൂറിൽ CP രാമസ്വാമി അയ്യർ നടപ്പിലാക്കാൻ ശ്രമിച്ച അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ ഉയർന്നുവന്ന കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള സമരമാണ് പുന്നപ്ര വയലാർ സമരം. ഈ സമരം തിരുവിതാംകൂറിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കാനുള്ള നീക്കത്തിനെതിരായിരുന്നു. പക്ഷിപ്പനിക്ക് കാരണമാകുന്ന അണുജീവി ഏതാണ്? വൈറസ്. പക്ഷിപ്പനി, ഏവിയൻ ഇൻഫ്ലുവൻസ, പക്ഷികളെയും മറ്റു മൃഗങ്ങളെയും മനുഷ്യരെയും ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. ഇൻഫ്ലുവൻസ എ വൈറസുകളാണ് ഇതിന് കാരണം, പ്രത്യേകിച്ച് H5N1, H7N9 പോലുള്ളവ.
ഏറ്റവും വലിയ കടൽ പക്ഷി ഏതാണ്? ആൽബട്രോസ്. ആൽബട്രോസ് പക്ഷികൾ ലോകത്തിലെ ഏറ്റവും വലിയ പറക്കുന്ന കടൽ പക്ഷികളാണ്. ഇവയുടെ ചിറകുകൾക്ക് വലിയ നീളമുണ്ട്, ഇത് കടലിന് മുകളിലൂടെ ദീർഘദൂരം സഞ്ചരിക്കാൻ അവയെ സഹായിക്കുന്നു. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിയ നിയമം ഏതാണ്? 1858 നിയമം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1857 ശിപ്പായി ലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ ഉഭയജീവി ഏതാണ്? ജപ്പാനീസ് ജയന്റ് സലമാൻഡർ. ജപ്പാനീസ് ജയന്റ് സലമാൻഡർ, ആൻഡ്രിയസ് ജപ്പോണിക്കസ്, ലോകത്തിലെ ഏറ്റവും വലിയ ഉഭയജീവിയാണ്. ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഇവയ്ക്ക് ഏകദേശം 1.5 മീറ്റർ വരെ നീളം വയ്ക്കാൻ സാധിക്കും. ബ്രിട്ടീഷുകാർ മദ്രാസിൽ പണികഴിപ്പിച്ച കോട്ട ഏത്? സെന്റ് ജോർജ് കോട്ട. 1644 ഈസ്റ്റ് ഇന്ത്യ കമ്പനി മദ്രാസിൽ നിർമ്മിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട. ഇത് മദ്രാസ് നഗരത്തിന്റെ വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. മുകുന്ദമാല രചിച്ചത് ആര്? കുലശേഖര ആഴ്വാർ. മുകുന്ദമാല ഒരു ഭക്തിഗാന സമാഹാരമാണ്. 10ാം നൂറ്റാണ്ടിലെ ചേര ചക്രവർത്തിയും ഭക്തനുമായ കുലശേഖര ആഴ്വാർ ആണ് ഈ സംസ്കൃത കാവ്യം രചിച്ചത്. ഗ്രാനൈറ്റ് നഗരം എന്ന് അറിയപ്പെടുന്നത് ഏത് നഗരമാണ്? അബെർഡീൻ. സ്കോട്ട്ലൻഡിലെ ഒരു പ്രധാന തുറമുഖ നഗരമായ അബെർഡീൻ ഗ്രാനൈറ്റ് നഗരം എന്ന് അറിയപ്പെടുന്നു. ഇവിടെയുള്ള കെട്ടിടങ്ങളിൽ കൂടുതലും ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ പേര് ലഭിക്കുന്നത്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റില്ലാത്ത ചെറുവിമാനം ഏതാണ്? നേത്ര. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആളില്ലാ ചെറുവിമാനമാണ് നേത്ര. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO, ഐഡിയ ഫോർജഡ്, ഐഡിയ ഫോർജ് എന്നിവ ചേർന്നാണ് ഇത് വികസിപ്പിച്ചത്. ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ ആര്? രാജാ കേശവദാസ്. ധർമ്മരാജയുടെ ദിവാനായിരുന്ന രാജാ കേശവദാസാണ് ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ചെടുത്തത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആലപ്പുഴ ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായി വളർന്നു. പാലിന്റെയും തേനിന്റെയും ദേശം എന്ന് അറിയപ്പെടുന്നത് ഏത്? കാനാൻ. കാനാൻ ദേശം ചരിത്രപരമായി പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇത് പുരാതന ഇസ്രായേലിലെ ഫലഭൂയിഷ്ഠമായ ഭൂപ്രദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏറ്റവും വലിയ കടൽ ഏതാണ്? തെക്കൻ ചൈന കടൽ. തെക്കൻ ചൈന കടൽ പസഫിക് സമുദ്രത്തിന്റെ ഒരു ഭാഗമാണ്. വിസ്തൃതിയുടെ കാര്യത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കടലായി കണക്കാക്കപ്പെടുന്നു. നിരവധി ദ്വീപുകളും പാറകളും ഇതിൽ സ്ഥിതിചെയ്യുന്നു. ബഹ്മനി വംശത്തിലെ ഹുമയൂണിന്റെ പ്രഗത്ഭനായ പ്രധാനമന്ത്രി ആര്? മുഹമ്മദ് ഗവാൻ. ബഹ്മനി സുൽത്താനത്തിലെ അറിയപ്പെടുന്ന പ്രധാനമന്ത്രിയും മന്ത്രിയുമായിരുന്നു മുഹമ്മദ് ഗവാൻ. ഹുമയൂൺ ഷായുടെയും അദ്ദേഹത്തിന്റെ പിൻഗാമികളുടെയും കാലഘട്ടത്തിൽ അദ്ദേഹം രാജ്യത്തിന് മികച്ച സംഭാവനകൾ നൽകി. ഗ്രാമസഭകൾ നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73ാം ഭേദഗതി. 1992 73ാം ഭരണഘടനാ ഭേദഗതി നിയമം ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകി. ഇത് പഞ്ചായത്ത് രാജ് സംവിധാനം സ്ഥാപിക്കുകയും ഗ്രാമതലത്തിൽ ഗ്രാമസഭകൾ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. ബാണഭട്ടൻ ആരുടെ ആസ്ഥാന കവിയായിരുന്നു? ഹർഷവർദ്ധനൻ. 7ാം നൂറ്റാണ്ടിലെ പ്രമുഖ സംസ്കൃത കവിയും ഗദ്യകാരനുമായിരുന്നു ബാണഭട്ടൻ. പുഷ്യഭൂതി രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായ ഹർഷവർദ്ധനന്റെ ആസ്ഥാന കവിയായിരുന്നു അദ്ദേഹം. നാഷണൽ ഫിലാഡലിക് മ്യൂസിയം എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയുടെ തപാൽ ചരിത്രവും സ്റ്റാമ്പുകളുടെ ശേഖരവും പ്രദർശിപ്പിക്കുന്ന നാഷണൽ ഫിലാഡലിക് മ്യൂസിയം ന്യൂഡൽഹിയിൽ സ്ഥിതിചെയ്യുന്നു. ഇന്ത്യയിലെ തപാൽ വകുപ്പിന്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ നഗരം ഏതാണ്? ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമാണ്. ഇതൊരു കേന്ദ്രഭരണ പ്രദേശവും കൂടിയാണ്.
കൂടാതെ പ്രശസ്ത വാസ്തുശില്പി ലെ കോർബസിയർ ആണ് ഈ നഗരം രൂപകൽപ്പന ചെയ്തത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യത്തെ രാജ്യമായിരുന്ന അബ്സീനിയയുടെ ഇപ്പോഴത്തെ പേര് എന്താണ്? എത്യോപ്യ. കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് എത്യോപ്യ. പഴയകാലത്ത് അബ്സീനിയ എന്നറിയപ്പെട്ടിരുന്നു. ആഫ്രിക്കയിലെ ഏറ്റവും പഴക്കമുള്ള സ്വതന്ത്ര രാജ്യങ്ങളിൽ ഒന്നാണിത്. 2 ലോകമഹായുദ്ധങ്ങളിലും പരാജയപ്പെട്ട രാജ്യം ഏതാണ്? ജർമ്മനി. 1-ാം ലോകമഹായുദ്ധത്തിലും 2-ാം ലോകമഹായുദ്ധത്തിലും പ്രധാന ശക്തിയായിരുന്ന ജർമ്മനി ഈ 2 യുദ്ധങ്ങളിലും പരാജയം നേരിട്ടു. ഇത് ആഗോള രാഷ്ട്രീയത്തിലും അതിർത്തികളിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. ബുദ്ധമതത്തിലെ ആദ്യത്തെ സന്യാസിനി ആര്? ഗൗതമി, മഹാപ്രജാപതി ഗൗതമി. ബുധന്റെ വളർത്തമ്മയും അമ്മായിയുമായിരുന്ന മഹാപ്രജാപതി ഗൗതമിയാണ് ബുദ്ധമതത്തിലെ ആദ്യത്തെ സന്യാസിനി, ഭിക്ഷുണി. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത ഏതാണ്? മുംബൈ താനെ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ 1853 ഏപ്രിൽ 16-ന് മുംബൈയിലെ ബോറിബന്ദറിൽ നിന്ന് താനെ വരെ സർവീസ് ആരംഭിച്ചു. ലോർഡ് ഡൽഹൌസിയുടെ കാലത്താണ് ഇത് സ്ഥാപിച്ചത്. ബാംഗ്ലൂരിലെ പ്രശസ്തമായ സ്റ്റേഡിയം ഏതാണ്? ചിന്നസ്വാമി സ്റ്റേഡിയം. ബംഗളൂരുവിൽ സ്ഥിതി ചെയ്യുന്ന ചിന്നസ്വാമി സ്റ്റേഡിയം ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഉടമസ്ഥതയിലുള്ള ഇത് നിരവധി പ്രധാന മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. BBC രൂപവൽക്കരിക്കപ്പെട്ട വർഷം ഏതാണ്? 1927. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ BBC 1927-ൽ ഒരു പൊതു കോർപ്പറേഷനായി ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും പഴയതും വലുതുമായ പ്രക്ഷേപണ സ്ഥാപനങ്ങളിൽ ഒന്നാണിത്. ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണറായതാര്? വി. വിശ്വനാഥൻ. വിശ്വനാഥൻ 1967 മുതൽ 1973 വരെ കേരള ഗവർണറായി സേവനമനുഷ്ഠിച്ചു. ഇദ്ദേഹമാണ് കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഗവർണർ പദവി വഹിച്ച വ്യക്തി. ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആര്? ഇ.കെ. നായനാർ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇ.കെ. നായനാർ 3 തവണകളിലായി 4000-ത്തിലധികം ദിവസങ്ങൾ മുഖ്യമന്ത്രി പദവി വഹിച്ചു. ഇദ്ദേഹമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. ശ്രീഹരിക്കോട്ട ഏത് നിലയിൽ പ്രസിദ്ധമാണ്? ഉപഗ്രഹ വിക്ഷേപണം. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സതീഷ് ധവാൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം ഇന്ത്യയുടെ പ്രധാന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഇസ്രോ ഇവിടെ നിന്നാണ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നത്. അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ ഏതെല്ലാം? റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. അമേരിക്കൻ ഐക്യനാടുകളിലെ 2 പ്രധാന രാഷ്ട്രീയ പാർട്ടികളാണ് ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും. ഈ 2 പാർട്ടികളും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ സെൻസസ് നടന്നത് എവിടെ? തിരുവിതാംകൂർ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് ഔദ്യോഗികമായി നടന്നത് 1872-ലാണ്. എന്നാൽ തിരുവിതാംകൂറിൽ 1836 മുതൽ 37 വരെ കാലഘട്ടത്തിൽ ദിവാൻ കേണൽ ജോൺ മൺറോയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് നടന്നിരുന്നു. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചതാര്? ഷേർഷാ സൂരി. വടക്കേ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും നീളമുള്ളതുമായ റോഡുകളിലൊന്നാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ഷേർഷാ സൂരിയുടെ ഭരണകാലത്താണ് ഈ റോഡ് പുനർനിർമ്മിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തത്. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് സിഖ് സമുദായത്തിൽ നിന്നുള്ളയാളാണ്. പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തിയായി അദ്ദേഹത്തെ കണക്കാക്കുന്നു. പുലിറ്റ്സർ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആര്? ജോസഫ് പുലിറ്റ്സർ. പത്രപ്രവർത്തനം, സാഹിത്യം, സംഗീതം എന്നിവയിലെ മികച്ച നേട്ടങ്ങൾക്കായി നൽകുന്ന ഒരു അമേരിക്കൻ അവാർഡാണ് പുലിറ്റ്സർ പുരസ്കാരം. ഹംഗേറിയൻ അമേരിക്കൻ പത്രപ്രവർത്തകനും പ്രസാധകനുമായ ജോസഫ് പുലിറ്റ്സറുടെ പേരിലാണ് ഈ അവാർഡ് നൽകുന്നത്. ബിയാസ് നദിയുടെ പഴയ പേര് എന്താണ്?
വിപാസ. പഞ്ചാബിലൂടെ ഒഴുകുന്ന ഒരു പ്രധാന നദിയാണ് ബിയാസ്. പുരാതനകാലത്ത് ഈ നദി വിപാസ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഏത് ഭാഷയാണ് ക്യാമ്പ് ലാംഗ്വേജ് എന്ന് അറിയപ്പെടുന്നത്? ഉറുദു. മുഗൾ ഭരണകാലത്ത് സൈനിക ക്യാമ്പുകളിൽ പ്രചരിച്ച ഭാഷ എന്ന അർത്ഥത്തിൽ ഉറുദുവിനെ ക്യാമ്പ് ലാംഗ്വേജ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പേർഷ്യൻ, അറബി, തുർക്കി, പ്രാദേശിക ഭാഷകൾ എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടത്. 20-ാം നൂറ്റാണ്ടിലെ താൻസൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതാര്? കുന്ദൻലാൽ സൈഗാൾ. ഹിന്ദി ചലച്ചിത്ര സംഗീതത്തിലെ ഒരു ഇതിഹാസ ഗായകനും നടനുമായിരുന്നു കുന്ദൻലാൽ സൈഗാൾ. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ അദ്ദേഹത്തിന് 20-ാം നൂറ്റാണ്ടിലെ താൻസൻ എന്ന വിശേഷണം നേടിക്കൊടുത്തു. ഇൻതാംഗി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? നാഗാലാൻഡ്. നാഗാലാൻഡിലെ ഒരേയൊരു ദേശീയ ഉദ്യാനമാണ് ഇൻതാംഗി നാഷണൽ പാർക്ക്. വന്യജീവി വൈവിധ്യത്തിന് പേരുകേട്ട ഈ പാർക്ക് അപൂർവയിനം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആവാസവ്യവസ്ഥ ഒരുക്കുന്നു. യൂട്ടോപ്പിയ ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ലാറ്റിൻ. തോമസ് മൂർ രചിച്ച പ്രശസ്തമായ തത്വചിന്താപരമായ നോവലാണ് യൂട്ടോപ്പിയ. സാങ്കൽപ്പികവും അനുയോജ്യവുമായ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ഈ പുസ്തകം 1516-ൽ ലാറ്റിൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. ബുദ്ധമതത്തെ ലോകമതമാക്കി വളർത്തിയ മൗര്യ ചക്രവർത്തി ആര്? അശോകൻ. മൗര്യ ചക്രവർത്തിയായ അശോകൻ കലിംഗയുദ്ധത്തിനുശേഷം ബുദ്ധമതം സ്വീകരിക്കുകയും അതിന്റെ പ്രചാരണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ബുദ്ധമതം ഒരു ലോകമതമായി വളർന്നു. രാജാക്കന്മാരുടെ ഔദ്യോഗിക ചിഹ്നം ഏതു മൃഗമായിരുന്നു? ആന. പുരാതന കേരളത്തിലെ ഒരു പ്രധാന രാജവംശമായിരുന്ന രാജാക്കന്മാരുടെ ഔദ്യോഗിക ചിഹ്നം ആനയായിരുന്നു. വേണാടിന്റെയും പിന്നീട് തിരുവിതാംകൂറിന്റെയും ഭരണാധികാരികളായി രാജവംശത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. ഖിൽജി വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവ് ആര്? അലാവുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനത്തിലെ ഖിൽജി വംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. സൈനികവും സാമ്പത്തികവുമായ പരിഷ്കാരങ്ങളിലൂടെ അദ്ദേഹം സാമ്രാജ്യം വികസിപ്പിച്ചു. ബുധനെ ഏഷ്യയുടെ വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചത് ആര്? എഡ്വിൻ അർണോൾഡ്. സർ എഡ്വിൻ അർണോൾഡ് രചിച്ച പ്രശസ്തമായ കാവ്യമാണ് ദി ലൈറ്റ് ഓഫ് ഏഷ്യ, ദ ലൈറ്റ് ഓഫ് ഏഷ്യ. ബുധന്റെ ജീവിതത്തെയും തത്വങ്ങളെയും ആസ്പദമാക്കി എഴുതിയ ഈ കൃതിയിലൂടെയാണ് അദ്ദേഹത്തെ ഏഷ്യയുടെ വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏതാണ്? ചിൽക്ക തടാകം. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകവും ലോകത്തിലെ രണ്ടാമത്തെ വലിയ ലഗൂണുമാണ്. ഇത് ദേശാന്തര പക്ഷികളുടെ പ്രധാന ആവാസ കേന്ദ്രം കൂടിയാണ്. ലോകമഹായുദ്ധങ്ങൾക്ക് പ്രധാന വേദിയായ വൻകര ഏതാണ്? യൂറോപ്പ്. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെയും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെയും പ്രധാന യുദ്ധക്കളവും പ്രഭവകേന്ദ്രവും യൂറോപ്പായിരുന്നു. യൂറോപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സഖ്യങ്ങളും ഈ യുദ്ധങ്ങൾക്ക് വഴിയൊരുക്കി. ഇന്ത്യയിൽ ആദ്യത്തെ സർവകലാശാല നിലവിൽ വന്ന വർഷം ഏതാണ്? 1857. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1857-ൽ കൽക്കട്ട, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ 3 സർവകലാശാലകൾ സ്ഥാപിച്ചത്. 1854-ലെ വുഡ്സ് ഡെസ്പാച്ചിന്റെ ശുപാർശകളെ തുടർന്നായിരുന്നു ഇത്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ജില്ല ഏതാണ്? ലഡാക്ക്. ആസ്ഥാനം ലേ. ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. നിലവിൽ ലേ ജില്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലകളിലൊന്ന്. കേരള നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആര്? ധനമന്ത്രി. ഒരു സംസ്ഥാനത്തിന്റെ ധനമന്ത്രിയാണ് സംസ്ഥാന നിയമസഭയിൽ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വരവ് ചെലവ് കണക്കുകളും നയങ്ങളും ഉൾക്കൊള്ളുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് മന്ദിരം ഏതാണ്? പെന്റഗൺ. അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാനമായ പെന്റഗൺ ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് മന്ദിരങ്ങളിലൊന്നാണ്. വാഷിംഗ്ടൺ DC-ക്ക് സമീപം വിർജീനിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച സന്ധി ഏത്? എയ്ക്സ് ലാ ചാപ്പൽ സന്ധി.
ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന ഒന്നാം കർണാട്ടിക് യുദ്ധം 1748-ലെ എയ്ക്സ് ലാ ചാപ്പൽ സന്ധിയിലൂടെയാണ് അവസാനിച്ചത്. ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശ യുദ്ധത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ബുദ്ധന്റെ ബാല്യകാലനാമം എന്തായിരുന്നു? സിദ്ധാർത്ഥൻ. ഗൗതമ ബുദ്ധൻ എന്നറിയപ്പെടുന്ന സിദ്ധാർത്ഥ ഗൗതമൻ ബുദ്ധമതത്തിന്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന്റെ ബാല്യകാലനാമം സിദ്ധാർത്ഥൻ എന്നായിരുന്നു. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ആൽ. ആൽമരം ഫിഗസ് ബംഗാലെൻസിസ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ്. ഇതിനെ പലപ്പോഴും അമരത്വത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നു. കൂടാതെ മതപരമായും സാംസ്കാരികപരമായും ഇതിനു വലിയ പ്രാധാന്യമുണ്ട്. 4ാം ബുദ്ധമത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര്? വസുമിത്രൻ. കനിഷ്കന്റെ ഭരണകാലത്ത് കശ്മീരിലെ കുണ്ടലവനത്തിൽ നടന്ന 4ാം ബുദ്ധമത സമ്മേളനത്തിൽ വസുമിത്രൻ അധ്യക്ഷത വഹിച്ചു. ഈ സമ്മേളനത്തിൽ വെച്ചാണ് ബുദ്ധമതം ഹീനയാന, മഹായാന എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞത്. ബാബർ എവിടെ വെച്ചാണ് അന്തരിച്ചത്? ആഗ്ര. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ബാബർ 1530-ൽ ആഗ്രയിൽ വെച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മൃതദേഹം ആദ്യം ആഗ്രയിൽ അടക്കുകയും പിന്നീട് കാബൂളിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയനാര്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ അദ്ദേഹത്തിന്റെ ചിത്രം തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഉൾപ്പെടുത്തി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ കേരളീയനാണ് അദ്ദേഹം. ബാബറുടെ ശവകുടീരം ഇപ്പോൾ എവിടെയാണ്? കാബൂൾ. മുഗൾ സാമ്രാജ്യ സ്ഥാപകനായ ബാബറുടെ മൃതദേഹം ആദ്യം ആഗ്രയിൽ അടക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം പിന്നീട് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലേക്ക് മാറ്റി സംസ്കരിച്ചു. അവിടെയാണ് അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. അടിമ, സൈനികൻ, മന്ത്രി, രാജാവ് ഇവയെല്ലാമായിരുന്ന ഡൽഹി സുൽത്താൻ ആര്? ബാൽബൻ. അടിമവംശത്തിലെ പ്രബലനായ സുൽത്താനായിരുന്ന ഗിയാസുദ്ദീൻ ബാൽബൻ തന്റെ ജീവിതത്തിൽ ഒരു അടിമയായും സൈനികനായും മന്ത്രിയായും പിന്നീട് ഡൽഹി സുൽത്താനായിട്ടും പ്രവർത്തിച്ചു. ഡൽഹി സുൽത്താനത്തിനെ ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. മാമാങ്കത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന കൃതിയാണ് മാമാങ്കം കിളിപ്പാട്ട്. ഇത് രചിച്ചത് ആര്? കാടഞ്ചേരി നമ്പൂതിരി. മാമാങ്കം കിളിപ്പാട്ട് വള്ളുവനാട്ടിൽ നടന്നിരുന്ന മാമാങ്ക മഹോത്സവത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പ്രാചീന കൃതിയാണ്. കാടഞ്ചേരി നമ്പൂതിരിയാണ് ഈ കൃതിയുടെ രചയിതാവായി അറിയപ്പെടുന്നത്. 4 ആര്യസത്യങ്ങൾ ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതം. ബുദ്ധമതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് 4 ആര്യസത്യങ്ങൾ: ദുരിതം, ദുരിതത്തിന്റെ കാരണം, ദുരിതത്തിന്റെ നിരാകരണം, ദുരിതത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള മാർഗം എന്നിവയാണ് ഈ 4 സത്യങ്ങൾ. 1931 ഫെബ്രുവരി 27 അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് പോലീസുകാരുമായി ഏറ്റുമുട്ടി മരിച്ച വിപ്ലവകാരി ആര്? ചന്ദ്രശേഖർ ആസാദ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിലെ ഒരു ധീരനായ വിപ്ലവകാരിയായിരുന്നു ചന്ദ്രശേഖർ ആസാദ്. 1931-ൽ അലഹബാദിലെ ആൽഫ്രഡ് പാർക്കിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസുമായി ഏറ്റുമുട്ടലിൽ അദ്ദേഹം സ്വയം വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു. ഇന്ത്യയിലാദ്യമായി രൂപയുടെ മുൻഗാമിയെ അവതരിപ്പിച്ച ഭരണാധികാരി ആര്? ഷേർഷാ സൂരി. സുരി സാമ്രാജ്യത്തിലെ ഭരണാധികാരിയായ ഷേർഷാ സൂരിയാണ് 16-ാം നൂറ്റാണ്ടിൽ റുപിയ എന്ന പേരിലുള്ള വെള്ളി നാണയം അവതരിപ്പിച്ചത്. ഇത് ആധുനിക ഇന്ത്യൻ രൂപയുടെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നു. നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എവിടെയാണ്? മസൂറി. ഉത്തരാഖണ്ഡിലെ മസൂറിയിൽ സ്ഥിതി ചെയ്യുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ LBSNAA ഇന്ത്യൻ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന പ്രധാന സ്ഥാപനമാണ്. പുന്നപ്ര വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആര്? CP രാമസ്വാമി അയ്യർ. 1946-ൽ പുന്നപ്ര വയലാർ സമരം നടന്ന സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ സർ CP രാമസ്വാമി അയ്യർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ സമരത്തിന് ഒരു പ്രധാന കാരണമായിരുന്നു. ഭാരതരത്നയ്ക്ക് അർഹയായ പ്രഥമ വനിത ആര്? ഇന്ദിരാഗാന്ധി.
ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ വനിത. 1971-ൽ അവർക്ക് ഈ പരമോന്നത ബഹുമതി ലഭിച്ചു. നീലകണ്ഠതീർത്ഥപാദരുടെ ഗുരു ചട്ടമ്പിസ്വാമികൾ. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു നീലകണ്ഠതീർത്ഥപാദർ. ഗുരുവിന്റെ ആശയങ്ങളെ അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും ആശയങ്ങളും പാശ്ചാത്യ ലോകത്ത് പ്രചരിപ്പിച്ചത് ആര്? നടരാജഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളും അദ്ദേഹത്തിന്റെ തത്വചിന്തകളെ ആഴത്തിൽ പഠിച്ച് പാശ്ചാത്യ ലോകത്ത് പരിചയപ്പെടുത്തിയ വ്യക്തിയുമാണ് നടരാജഗുരു. അദ്ദേഹം ഗുരുവിന്റെ ആദർശങ്ങളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. ശ്രീനാരായണ ഗുരു ഒടുവിൽ സ്ഥാപിച്ച ക്ഷേത്രം കളവൻകോട്. ശ്രീനാരായണ ഗുരു ജീവിതാവസാനത്തോട് അടുത്ത് 1927-ൽ ആലപ്പുഴ ജില്ലയിലെ കളവൻകോട് സ്ഥാപിച്ച ക്ഷേത്രമാണ് കളവൻകോട് ക്ഷേത്രം. ഇവിടെ കണ്ണാടിയാണ് പ്രതിഷ്ഠ. തുവയൽ പന്തി സ്ഥാപിച്ചത് ആര്? അയ്യ വൈകുണ്ഠർ. ദക്ഷിണേന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രമുഖനായിരുന്ന അയ്യ വൈകുണ്ഠർ സ്ഥാപിച്ച ഒരു സാമൂഹിക വിരുന്നാണ് തുവയൽ പന്തി. ജാതിഭേദമില്ലാതെ എല്ലാവർക്കും ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള വേദിയായിരുന്നു ഇത്. സിന്ധുനദീതട നിവാസികൾക്ക് അജ്ഞാതമായിരുന്ന പ്രധാന ലോഹം ഇരുമ്പ്. സിന്ധുനദീതട സംസ്കാരത്തിലെ ജനങ്ങൾ ചെമ്പ്, വെങ്കലം തുടങ്ങിയ ലോഹങ്ങൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഇരുമ്പിന്റെ ഉപയോഗം അവർക്ക് അജ്ഞാതമായിരുന്നു. ഇരുമ്പ് യുഗം പിന്നീട് ആര്യന്മാരുടെ വരവോടെയാണ് ആരംഭിച്ചത്. ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏത്? കൽക്കരി. ഫോസിൽ ഇന്ധനങ്ങളിൽ കൽക്കരിയാണ് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തിനും വ്യവസായങ്ങൾക്കും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിക്കുമ്പോൾ ദിവാൻ ആരായിരുന്നു? ടി മാധവറാവു. തിരുവിതാംകൂർ ദിവാനായിരുന്ന ടി മാധവറാവുവിന്റെ ഭരണകാലത്താണ് കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണികഴിപ്പിച്ചത്. 1869-ൽ നിർമ്മാണം പൂർത്തിയായ ഈ കെട്ടിടം അന്ന് പബ്ലിക് ഓഫീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന കേരളത്തിൽ നെയ്തൽ എന്ന് വിശേഷിപ്പിച്ചിരുന്ന പ്രദേശങ്ങളുടെ പ്രത്യേകത കടൽ തീരം. പ്രാചീന കേരളത്തിലെ 5 തിണകളിൽ ഒന്നായ നെയ്തൽ പ്രദേശം കടൽത്തീരവും തീരപ്രദേശങ്ങളുമാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമായിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർ പദവി സ്വന്തമാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ചെസ് താരം ദ്രോണവല്ലി ഹരിക. ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ ചെസ് താരമായ ദ്രോണവല്ലി ഹരിക ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ്. കൊനേരു ഹംപിയാണ് ആദ്യത്തെ വനിതാ ഗ്രാൻഡ് മാസ്റ്റർ. ഗ്രീൻബെൽറ്റ് എന്ന ആശയം ഉരുത്തിരിഞ്ഞ രാജ്യം ഇംഗ്ലണ്ട്. നഗരവൽക്കരണം തടയുന്നതിനും പ്രകൃതിദത്തമായ ഇടങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി നഗരങ്ങൾക്ക് ചുറ്റും പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങൾ നിലനിർത്തുന്ന ഗ്രീൻബെൽറ്റ് എന്ന ആശയം ആദ്യമായി ഉരുത്തിരിഞ്ഞത് ഇംഗ്ലണ്ടിലാണ്. ഗവർണറായ ആദ്യ മലയാളി വി.പി. മേനോൻ. ഇന്ത്യൻ ഭരണഘടന അസംബ്ലി അംഗവും സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന വി.പി. മേനോൻ ഒറീസയുടെ ഇടക്കാല ഗവർണറായിരുന്നു. ഗവർണർ പദവിയിലെത്തിയ ആദ്യ മലയാളിയാണ് ഇദ്ദേഹം. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ഫെലോ കെ.പി. കേശവമേനോൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ഫെലോ ആയി കെ.പി. കേശവമേനോനെ തിരഞ്ഞെടുത്തു. പ്രമുഖ പത്രപ്രവർത്തകനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയെ നെഹ്റു ആദ്യമായി കണ്ട കോൺഗ്രസ് സമ്മേളനം ലക്നൌ 1916. 1916-ലെ ലക്നൌ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയെ ആദ്യമായി കണ്ടുമുട്ടിയത്. ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാവിക്ക് ഒരു നിർണായക നിമിഷമായിരുന്നു. കേരള സാഹിത്യചരിത്രം രചിച്ചത് ആര്? ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ. മലയാള സാഹിത്യ ചരിത്രത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നായ കേരള സാഹിത്യചരിത്രം രചിച്ചത് പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്ന ഉള്ളൂർ എസ്. പരമേശ്വരയ്യരാണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് 1931.
1931 മാർച്ചിൽ മഹാത്മാഗാന്ധിയും വൈസ്രോയി ഇർവിൻ പ്രഭുവും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ബ്രസീൽ പ്രസിഡന്റായ ആദ്യ വനിത ദിൽമ റൂസെഫ്. 2011-ൽ ബ്രസീലിന്റെ പ്രസിഡന്റായി സ്ഥാനമേറ്റ ദിൽമ റൂസെഫ് ബ്രസീലിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റാണ്. ഗോശ്രീ എന്ന പേരിൽ പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്നത് കൊച്ചി. പ്രാചീനകാലത്ത് കൊച്ചി ഗോശ്രീ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് കൊച്ചിക്ക് നൂറ്റാണ്ടുകളുടെ വാണിജ്യ ചരിത്രമുണ്ടെന്നാണ്. ചേര രാജാക്കന്മാരുടെ പ്രധാന ദേവത കൊറ്റവൈ. പ്രാചീന ചേര രാജാക്കന്മാരുടെ പ്രധാന ആരാധനാമൂർത്തിയായിരുന്നു കൊറ്റവൈ. സംഗമകാലഘട്ടത്തിലെ തമിഴ് സാഹിത്യത്തിൽ ഈ ദേവതയെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. താരന്റെ ശാസ്ത്രീയനാമം പിറ്റിരിയാസിസ് കാപ്പിറ്റിസ് പെറ്ററായസസ് കാപ്പറ്റിസ്. തലയോട്ടിയിൽ കാണുന്ന ഫംഗസ് അണുബാധ മൂലമുണ്ടാകുന്ന ഒരു സാധാരണ അവസ്ഥയാണ് താരൻ. ഇതിന്റെ മെഡിക്കൽ പേരാണ് പിറ്റിരിയാസിസ് കാപ്പിറ്റിസ്. മഹാവീരന്റെ ജാമാതാവും ആദ്യ ശിഷ്യനും ജമാലി. ജൈനമതത്തിലെ മഹാവീരന്റെ മകളായ പ്രിയദർശനയുടെ ഭർത്താവും അദ്ദേഹത്തിന്റെ ആദ്യ ശിഷ്യനും കൂടിയായിരുന്നു ജമാലി. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത് ആരെ? സരോജിനി നായിഡു. കവയിത്രിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന സരോജിനി നായിഡുവിനെയാണ് അവരുടെ കാവ്യപരമായ കഴിവുകൾ കാരണം ഇന്ത്യയുടെ വാനമ്പാടി എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത്. ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്തത് ആര്? സിന്ധു നദീതട നിവാസികൾ. പുരാതന സിന്ധു നദീതട സംസ്കാരത്തിലെ ആളുകളാണ് ലോകത്ത് ആദ്യമായി പരുത്തി കൃഷി ചെയ്യുകയും തുണി നിർമ്മിക്കുകയും ചെയ്തവരിൽ പ്രമുഖർ. ജ്ഞാനപീഠം നേടിയ ആദ്യ കാശ്മീരി സാഹിത്യകാരൻ റഹ്മാൻ റാഹി. കാശ്മീരി ഭാഷയിലെ പ്രമുഖ കവിയായ റഹ്മാൻ റാഹിയാണ് ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആദ്യത്തെ കാശ്മീരി സാഹിത്യകാരൻ. അദ്ദേഹത്തിന് 2007-ൽ ഈ പുരസ്കാരം ലഭിച്ചു. മഹാവീരൻ അന്ത്യശ്വാസം വലിച്ച പാവപുരി ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ജൈനമത സ്ഥാപകനായ മഹാവീരൻ നിർവാണം പ്രാപിച്ചത് ബീഹാറിലെ പാവപുരിയിൽ വെച്ചാണ്. ഇത് ജൈനമതത്തിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് റിയാക്ടർ അപ്സര. 1956-ൽ കമ്മീഷൻ ചെയ്ത അപ്സരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവേഷണ അറ്റോമിക് റിയാക്ടർ. ഇത് മുംബൈയിലെ ബാർക്കിൽ ഭാഭ അറ്റോമിക് റീസർച്ച് സെന്റർ സ്ഥാപിച്ചു. 1959-ൽ ക്യൂബയിൽ നടന്ന വിപ്ലവത്തിന്റെ നേതാവ് ഫിദൽ കാസ്ട്രോ. 1959-ൽ ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ നടന്ന ക്യൂബൻ വിപ്ലവം ബറ്റിസ്റ്റയുടെ സർക്കാരിനെ അട്ടിമറിച്ച് ക്യൂബയിൽ ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം സ്ഥാപിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്ന സച്ചിദാനന്ദ സിൻഹയാണ് സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. ഫ്രഞ്ച് മാതൃക പിന്തുടർന്നാണ് അദ്ദേഹത്തെ താൽക്കാലിക അധ്യക്ഷനാക്കിയത്. 1969-ൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ചപ്പോൾ ധനമന്ത്രിയായിരുന്നത് ആര്? ഇന്ദിരാഗാന്ധി. 1969-ൽ 14 പ്രമുഖ ബാങ്കുകൾ ദേശസാൽക്കരിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായിരുന്നു. ഇത് ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ. വിവരസാങ്കേതികവിദ്യയുടെയും ഇലക്ട്രോണിക് വ്യവസായത്തിന്റെയും പ്രധാന കേന്ദ്രമായതിനാൽ ബാംഗ്ലൂരിനെ ഇന്ത്യയുടെ ഇലക്ട്രോണിക് സിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നു. കുത്തബ് മിനാറിന്റെ ഏറ്റവും മുകളിലത്തെ നില പുതുക്കി നിർമ്മിച്ചത് ആര്? ഫിറോസ് ഷാ തുഗ്ലക്ക്. കുത്തബ് മിനാറിന്റെ നിർമ്മാണം കുത്തബ് അൽ-ദിൻ ഐബക്ക് ആരംഭിക്കുകയും ഇൽത്തുമിഷ് പൂർത്തിയാക്കുകയും ചെയ്തു. പിന്നീട് മിന്നലേറ്റ് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ഫിറോസ് ഷാ തുഗ്ലക്ക് അതിന്റെ മുകളിലത്തെ നിലകൾ പുതുക്കി പണിതു. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിന്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്ന് മഹാരാജാവ് എന്ന ബിരുദം ലഭിച്ചത് ആർക്ക്? ആയില്യം തിരുനാൾ.
തിരുവിതാംകൂർ ഭരിച്ച മഹാരാജാക്കന്മാരിൽ ഒരാളായ ആയില്യം തിരുനാളിന് അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പരിഷ്കാരങ്ങളെയും പുരോഗതിയെയും മാനിച്ച് ബ്രിട്ടീഷ് രാജ്ഞി മഹാരാജാവ് എന്ന ബിരുദം നൽകി. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? തകഴി ശിവശങ്കരപ്പിള്ള. മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനായ തകഴി ശിവശങ്കരപ്പിള്ള കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ നിരവധി നോവലുകളും ചെറുകഥകളും രചിച്ചതിനാൽ കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. ബംഗാളിൽ വാണിജ്യത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അനുമതി ലഭിച്ച വർഷം 1634. 1634-ൽ ബംഗാളിൽ സ്വതന്ത്രമായി കച്ചവടം ചെയ്യാനുള്ള അനുമതി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചത് അവരുടെ ഇന്ത്യൻ വ്യാപാരത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ഇത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി. കുട്ടികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടന യുണിസെഫ്. യുനിസെഫ് ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ ഫണ്ടാണ്. ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സംഘടനയാണിത്. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു. വിൻസ്റ്റൺ ചർച്ചിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെക്കുറിച്ച് ഇപ്രകാരം വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ നേതൃത്വഗുണങ്ങളെയും സ്വാതന്ത്ര്യസമരത്തിലെ പങ്കിനെയും അംഗീകരിക്കുന്ന ഒന്നായിരുന്നു. നെഹ്റുവിന്റെ അഹിംസയിലുള്ള വിശ്വാസത്തെ ഇത് എടുത്തു കാണിക്കുന്നു. ഭരണഘടനയുടെ ഏത് അനുച്ഛേദം പ്രകാരമാണ് രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്? 331. ഇന്ത്യൻ ഭരണഘടനയുടെ 331 അനുച്ഛേദം രാഷ്ട്രപതിക്ക് ലോക്സഭയിലേക്ക് ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ നിന്ന് പരമാവധി 2 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അധികാരം നൽകിയിരുന്നു. എന്നാൽ 2019-ലെ 104 ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം ഈ വ്യവസ്ഥ റദ്ദാക്കപ്പെട്ടു. നിലവിൽ ഈ നോമിനേഷൻ ഇല്ല.